അല്ല പി സരിൻ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന തുടർച്ചയ്ക്ക് ഇപ്പോൾ ഇവിടെ വഖഫ് BJP അവിടെ ഈ എന്താണ് വഖഫ് വിഷയം മുനമ്പം, പാലക്കാട്, കൽപ്പാത്തിലും നൂറിലും വഖഫ് ഭൂമി ആഞ്ഞു കത്തിച്ച വിഷയമാണ്. ചക്കാന്തറ മേഖലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലീഡ് എത്രയാണ്? 3400 ചില്ലുവാനം വോട്ടിന് ലീഡാണ്. ഈ പിരായിരിയിൽ ഷാഫി പറമ്പിൽ നേടിയ വോട്ടിനേക്കാൾ, അപ്പം അന്ന് ഷാഫി പറമ്പിൽ എന്തോ സാമുദായിക എലമെന്റ് വെച്ച് വലിയ ഭൂരിപക്ഷം കിട്ടി എന്ന ആരോപണം അന്ന് കേട്ടു. ഷാഫി പറമ്പിൽ നേടിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തെക്കാൾ രാഹുൽ മാങ്കൂട്ടത്തിന് പിരായിരിയിൽ കിട്ടി. ഞാൻ പറയുന്നത് ഈ പറയുന്ന എല്ലാ മേഖലകളിലും ഏതാണ്ട് ഒരേപോലെ തന്നെ ലീഡ് നേടി പാലക്കാട് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു വിജയത്തെ അത് അർഹിക്കുന്ന ബഹുമാനത്തിൽ അംഗീകരിക്കണ്ടേ? അതല്ലേ അതിന്റെ മര്യാദ? ശ്രീ സരിൻ, അർഹിക്കുന്ന ബഹുമാനത്തിൽ അംഗീകരിക്കുന്നുണ്ട്. ജനവിധിയാണ് എന്നുള്ളത് നമ്മൾ ബഹുമാനിക്കുന്നില്ല. ജനങ്ങൾ നാണം കെട്ട ഭൂരിപക്ഷം എന്ന് പറയുന്നത് MP ഗോവിന്ദനാണ്. അല്ല, ഞാൻ പറയട്ടെ, ജനങ്ങളാണ് വോട്ട് ചെയ്തത്. ജനങ്ങളെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാക്കി മാറ്റിയത് എന്ത് എന്നുള്ളതാണ് ഈ നാണക്കേടിന്റെ കാരണമായി വ്യാഖ്യാനിക്കേണ്ടത്. എന്താണത്? നമ്മൾ സാധാരണഗതിയിൽ ഒരു ക്യാമ്പയിന് പോകുന്ന സമയത്ത് മതം തിരിച്ച് വീടുകൾ നോക്കി ക്യാമ്പയിൻ ചെയ്യാൻ പോവാറില്ല. ഇടതുപക്ഷം ഇപ്പോഴും പോയിട്ടുമില്ല. പക്ഷെ അങ്ങനെയാണ് പോകേണ്ടത് എന്നും അതിനൊരു പ്രത്യേക തരത്തിലുള്ള സ്ക്വാഡുകൾ വേണമെന്നും ഉദാഹരണം പറയുകയാണെങ്കിൽ, മുസ്ലിം സമുദായങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു സംഘടനയാണ് ലീഗ്. പക്ഷെ ലീഗ് ഒരിക്കലും അപരമത വിദ്വേഷം പ്രചരിപ്പിക്കാത്തതുകൊണ്ട് തന്നെ അതൊരു വർഗീയ പാർട്ടി അല്ല. അങ്ങനെ ആലോചിക്കുമ്പോഴും വിലയിരുത്തുമ്പോഴും ലീഗിൻ്റെതായ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഇത്തവണ ലീഗ് അല്ല ക്യാമ്പയിൻ ചെയ്തത്, SDP-യുടെ സ്ക്വാഡുകളാണ്. കാരണം തീവ്ര ഈ പറയുന്ന മൂത്താന്തറ, ചക്കാന്തറ എന്ന് പറയുന്ന ഹിന്ദു സമുദായം തിങ്ങിപ്പാർക്കുന്ന സ്ഥലവും മേലാമുറിയും അതുപോലെ തന്നെ പിരായിരി പഞ്ചായത്തുകളുടെ ഭാഗം തുടങ്ങുന്ന മേപ്പറമ്പ് ഭാഗങ്ങളും വളരെ കണ്ടിഗ്വസ് ആണ്. അതായത് തൊട്ട് കിടക്കുന്നതാണ്. എങ്ങനെയാണ് കൊലപാതകം നടന്നത്, എവിടെയാണ് കൊലപാതകം നടന്നതെന്ന് കൂടി ആലോചിച്ചാൽ മനസ്സിലാവും. ശ്രീനിവാസന്റെ കൊലപാതകം അല്ല, അത് തന്നെയാണ് SDP-ക്ക് വോട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ കൃത്യമായ രാഷ്ട്രീയ പണിയാണ് പാലക്കാട് നടക്കുന്നത്. ഒറ്റക്കാരം ചോദിച്ചോട്ടെ, SDP പറഞ്ഞാൽ പാലക്കാട്ടെ മുസ്ലിങ്ങൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. SDP എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്തതല്ലെന്നേ രാഷ്ട്രീയ പള്ളിയുടെ മുമ്പിൽ SDP കൊടുത്ത ലഘുലേഖകളുണ്ട്. അതുകൊണ്ട് എന്താണ്? ഒരു മിനിറ്റ്, അതുകൊണ്ട് എന്താണ്? കുഴപ്പമില്ല, ഞാൻ ചോദിച്ചോട്ടെ. ഒരു കുഴപ്പമില്ല. SDP എന്ന് പറയുന്ന ഈ പറഞ്ഞ ഒരു അങ്ങേയറ്റത്തെ തീവ്രമായി ചിന്തിക്കുന്ന ഒരു സംഘടനയിലെ കുറച്ച് ആളുകൾ പോയി മുസ്ലിം വീട്ടിൽ പോയി രാഹുൽ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വോട്ട് ചെയ്യോ? അങ്ങനെ എഴുതുന്നുണ്ടോ സരിൻ? ഞാൻ അതാ പറയുന്നത്. നമുക്ക് എന്തിനെയാണ് ഫ്ലയർ അപ്പ് ചെയ്യേണ്ടത്, ആളി കത്തിക്കേണ്ടത് എന്ന് പറയാൻ അറിയുന്നവർ ചെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അതിൽ വീണു പോകുന്ന നിസ്സഹായരായ മനുഷ്യരുണ്ട്. അതിനെ പൊളിറ്റിക്കലി തടയാൻ തന്നെയാണ് ഇടതുപക്ഷം രാഷ്ട്രീയം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ചക്കാന്തറ മേഖല ക്രിസ്ത്യൻ ബെൽറ്റിൽ രാഹുൽ ഭൂരിപക്ഷം കിട്ടുന്നത്? വോട്ട് ചെയ്ത ജനങ്ങളെ വില കുറച്ച് കാണുന്നതല്ല എന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു. വോട്ട് ചെയ്ത കാരണങ്ങളെ വില കുറച്ച് കാണേണ്ടതാണെങ്കിൽ അത് കാണും. അത് തെളിയിക്കാൻ പറ്റുന്ന വേദികളിൽ തെളിയിക്കും. SDP ജമാഅത്ത് ഇസ്ലാമി രാഹുലിനോട് ഇറങ്ങി വർക്ക് ചെയ്തു എന്ന വാദത്തിനോട് അംഗീകരിക്കൂ. SDP വർക്ക് ചെയ്താൽ അവിടെ RSSന്റെ കോട്ടകളിൽ 151 വോട്ട് കിട്ടുമോ രാഹുലിന്? SDP വർക്ക് ചെയ്താൽ ചക്കാന്തറ മേഖലയിൽ വോട്ട് കിട്ടുമോ രാഹുലിന്? ഇല്ല. അതെങ്ങനെയാണ് നിങ്ങൾ അതിന് വിശദീകരിക്കുക? ഇവിടെ ആലോചിച്ച് നോക്കൂ ശ്രീ പി സരിൻ, ഇവിടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 10,000 വോട്ട് ഭൂരിപക്ഷം നേടിയ ഒരു വിജയത്തെ അതിനെ ആ വിജയത്തെ അംഗീകരിക്കാൻ പഠിക്കണ്ടേ? ഇപ്പൊ ചേലക്കരയിൽ വിജയിച്ചു, ചേലക്കരയിലൂടെ ഭൂരിപക്ഷം കുറഞ്ഞാൽ വിജയിച്ചു, അത് വിജയമാണ്. അത് തിളക്കമുള്ള വിജയമാണ്. എന്തുകൊണ്ടാണ്? ആദ്യ റൗണ്ട് മുതൽ എല്ലാ റൗണ്ടിലും ജയിച്ചു. കിട്ടിയ വോട്ടുകളെ അല്ല ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, കാരണം ഇത് ജനമാണ്. വോട്ട് ചെയ്യാൻ കാരണമായ വസ്തുതകളെ അത് നമ്മൾ അനലൈസ് ചെയ്യണം. അതിന്റെ വിഷയങ്ങളിലേക്ക് കടക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. SDP-ക്ക് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി മുസ്ലിം വിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെ രാഷ്ട്രീയത്തെ ഇതുവരെയും രാഷ്ട്രീയം പറഞ്ഞാണല്ലോ നമ്മൾ നേരിടേണ്ടിയിരുന്നത്. അവിടെ സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നതിന്റെ പ്രധാന കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJP ക്യാമ്പ് ഉണരും എന്നുള്ള കൃത്യമായ ബോധ്യം. BJP ക്യാമ്പ് ഉണർന്നു എന്ന് മുസ്ലിം ന്യൂനപക്ഷ പ്രദേശങ്ങളിൽ കൃത്യമായി പറയുകയും ജയിക്കാൻ പോകുന്നത് വീണ്ടും BJP ആണെന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ വോട്ട് സമാഹരിക്കപ്പെടുന്നത് എങ്ങനെയാണ്, ഏത് സ്വഭാവത്തിലാകണം എന്നുള്ളതിന്റെ ഡെഫിനിഷനാണ് അവിടെ നടന്നത് എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിലെ ഇത് നമ്മൾ വിവാദമായിട്ടുള്ള 2 പത്രപരസ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു മൊമെന്റിൽ തന്നെ ആ 2 പരസ്യങ്ങൾ വന്നു. സന്ദീപ് വാര്യർക്ക് ഇതായിട്ടുള്ളതായിരുന്നു. അപ്പൊ അതിനും വേറെ രാഷ്ട്രീയമില്ല അതിന്റെ അകത്ത്. അല്ല, അവിടുത്തെ NN കൃഷ്ണദാസ് പറയുന്ന ആ പരസ്യം ഉദ്ദേശഫലം കിട്ടിയില്ലെന്ന് പറയുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെയല്ല, ഉദ്ദേശഫലം കിട്ടിയെന്ന് പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. നോക്കൂ, ആരെയാണോ മിസ്ഇൻഫോം ചെയ്യാൻ ശ്രമിക്കുന്നത്,
മിസ്ഇൻഫോർമേഷൻ നടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. BJP ജയിക്കാൻ പോവുകയാണ്, ഇതാ നമ്മൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ BJP ജയിക്കുന്നു. ഈ ക്യാമ്പയിനാണ് അവസാനത്തെ 3 ദിവസം വീണ്ടും ഓടുന്നത്. അതിന് പുതിയ കാരണമായി താങ്കൾ ഇപ്പോൾ ഈ പറയുന്ന വാദം ആർക്കാണ് ഗുണം ചെയ്യുന്നത്? BJPക്കാണ്. നാടിനോട് മുഴുവനായി രാഷ്ട്രീയം പറയാനുള്ള ധൈര്യം എന്തായാലും ആർജവം എന്തായാലും കോൺഗ്രസിനില്ല. അങ്ങനെയാണ് എന്തുകൊണ്ടാണ് RSS മേഖലയിൽ രാഹുൽ വോട്ട് കിട്ടിയത്? എങ്ങനെയാണ് അതാ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭൂരിപക്ഷ വർഗീയതയെ എങ്ങനെയാണ് താലോലിക്കേണ്ടതെന്നുള്ളതിന്റെ കൃത്യമായ ധാരണയുണ്ട്. രണ്ട് തരത്തിൽ. ക്രൈസ്തവ മേഖല എന്നുള്ള ലേബലിംഗിലേക്ക് പാലക്കാടിലെ ഏതൊരു പ്രദേശത്തെയും മാറ്റരുത് ദയവ് ചെയ്തിട്ട്. അങ്ങനെ ഒരു മേഖലയല്ല, കുറച്ച് വോട്ടുകളുണ്ട്. സാർ, നിങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞ ലേബലിംഗ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ തന്നെയാണ് മുസ്ലിം വീടുകളിൽ പോയി SDPക്കാർ അത് നടന്ന കാര്യമായതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് ഇത് പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അവിടെ ഇലക്ഷൻ കഴിഞ്ഞു, വലിയ ഒരു രാഹുൽ വിജയിച്ചു. അതിനുശേഷം ഈ പറഞ്ഞ കമ്മ്യൂണൽ ലേബലിംഗ് നടത്തുന്നത് നിങ്ങളാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ മേഖല, ഹിന്ദു മേഖല, മുസ്ലിം മേഖല എന്ന് പറയേണ്ട ഗതികേട് കേരളത്തിൽ ഉണ്ടാവുന്നത്. പാലക്കാടിന്റെ പൊളിറ്റിക്കൽ വോട്ടാണ്. എന്താ സംശയം സാർ? എന്താ സംശയം? ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നു, കൂടുതൽ വോട്ട് കിട്ടുന്ന ജയിക്കുന്നു. തീർച്ചയായിട്ടും അത് ജനവിധിയാണ്. അത് അംഗീകരിച്ചല്ലോ. അതിനെ ആരാ അംഗീകരിക്കാത്തത്? പാലക്കാടൻ ജനതയെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ക്യാമ്പയിനുകൾക്ക് ആക്കം കൂട്ടുന്ന എലമെന്റുകളെ സൃഷ്ടിച്ചു ബോധപൂർവം ഈ ഇലക്ഷൻ. അതാണ് പറയാൻ ശ്രമിക്കുന്നത്. അതിനെ കയറൂരി വിടാൻ UDF-ന് ഒരു മടിയുമില്ല. ഞാൻ പറഞ്ഞപ്പോൾ ജമാഅത്ത് ഇസ്ലാമി പോയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ അടുത്ത 2011 വരെ അവർ പരസ്യമായി പിന്തുണച്ചത് CPM-നെ ആണെന്നത് അവരുടെ ഈ പറഞ്ഞ വാർത്താക്കുറിപ്പ് ഒക്കെ നോക്കി അറിയാം. അവരുടെ വോട്ട് CPM വാങ്ങിയിട്ടുണ്ടെന്ന് ദേശാഭിമാനിൽ 96 എഴുതിയ അവരുടെ പാർട്ടി മുഖപത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ എഴുതുകയാണ്. എന്താണ് ഈ രണ്ട് നല്ല തീരുമാനങ്ങൾ എന്ന് പറയുകയാണ്. ആര്യാടൻ മുഹമ്മദ് സഭയിൽ ജമാഅത്ത് ഇസ്ലാമികൾ തീവ്രവാദ സ്വഭാവമുള്ളവരാണെന്ന് പറയുമ്പോൾ അതിനെ തിരുത്തി പറയുന്നത് കോടിയേരി ബാലകൃഷ്ണൻ സഭാരേഖയുള്ളതാണ്. കോടിയേരി ബാലകൃഷ്ണൻ തിരുത്തുകയാണ്. ആര്യാട അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മൃദു ഹിന്ദുത്വം കൊണ്ടാണ്, BJP വോട്ട് സമാഹരിക്കാനാണെന്ന് പറയുകയാണ്. പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തി ഇതുപോലെ ഈ പറഞ്ഞ PDP-യും ജമാഅത്ത് ഇസ്ലാം ഞങ്ങൾ വോട്ട് നൽകിയിട്ടുണ്ട്, അവരെ പ്രലോഭിക്കാൻ നോക്കി, അത് നടന്നിട്ടില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പിണറായി വിജയൻ ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയ്ക്ക് എന്തിനാണ് വേവലാതി എന്ന് ചോദിക്കുന്നുണ്ട്. ആര് ചോദിക്കുന്നു? പിണറായി വിജയൻ തന്നെ. ഇക്കാലം അത്രയും വോട്ട് വാങ്ങിയ കൂട്ടർ ഓൺ എ ഫൈൻ ഡേ UDF-ന് പിന്തുണയാകുമ്പോഴേക്കും ആ കൂട്ടർ ഭീകരവാദികൾ നാടിന് മനസ്സിലാവില്ലേ സാർ? 2014 ശേഷമുള്ള ഇന്ത്യയും കേരളത്തിനെയും 2014 മുന്നേയുള്ള ഇന്ത്യയും കേരളവുമായിട്ട് തന്നെയാണ് ആശ്മി ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ ആവട്ടെ. അങ്ങനെയല്ല, കാരണം കോൺഗ്രസും നേരം വെളുത്തിട്ടില്ല. അവരങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ 2014 ശേഷമല്ല ജമാഅത്ത് ഇസ്ലാമിക രാഷ്ട്ര സംസ്ഥാനം അവരുടെ ഞാൻ വീണ്ടും പറയുന്നു, എന്തിനു വേണ്ടി പറഞ്ഞു എന്നും എന്തുകൊണ്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും രണ്ടായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമുണ്ട്. ജമാഅത്തിന് കേരളത്തിൽ മൊത്തം 3000 അംഗങ്ങളുള്ളത്. കേരളത്തിൽ മൊത്തം 3000 അംഗങ്ങളുള്ള ജമാഅത്തിന് എന്ന് പറയും. SDPIക്ക് പാലക്കാട് ആധികാരികമായി പറയുന്ന 1000-ൽ താഴെ വോട്ടേ അവർക്കുള്ളൂ. ആയിക്കോട്ടെ, നിങ്ങളുടെ ആധികാരികതയെ ഞാൻ മുഖവിലേക്കെടുക്കുന്നു. ഇല്ലാത്ത ഒരു സംഗതിയെ ഇങ്ങനെ പെരുപ്പിക്കേണ്ട കാര്യം. ഇഫ് യു കോണ്ട് കൺവിൻസ് ദം, കൺഫ്യൂസ് ദം അല്ല പ്രമേയമല്ലേ? തീർച്ചയായിട്ടും പ്രമാണമല്ലേ? താങ്കൾക്ക് ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യണമെങ്കിൽ ഇത് ന്യൂനപക്ഷ വോട്ടുകളെ എങ്ങനെയാണ് ജനാധിപത്യ ചേരിയിൽ, മതേതരത്വ ചേരിയിൽ നിലയുറപ്പിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ രാഷ്ട്രീയ ആർജവം ഉണ്ടാകേണ്ട കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രാഷ്ട്രീയ ആർജവം പണയപ്പെടുത്തി താൽക്കാലിക ലാഭത്തിന് വേണ്ടി നടു വളഞ്ഞു കൊടുക്കുന്ന രാഷ്ട്രീയത്തെ എതിർക്കണ്ടേ? ഏറ്റവും വാചകമേ എനിക്കുള്ളൂ ഡെഫിനിഷൻ.